اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد صلاة تعرفنا بها إياه وعلى آله وصحبه حق قدرك ومقدارك العظيم. നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായി അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമത്ത്, മുത്മഇന്നത്ത്, ഈ നഫ്സിൻ്റെ 4 അവസ്ഥകളെക്കുറിച്ച്, 4 ഗ്രേഡുകളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? സംസാരിച്ചു. ഇനി നമ്മൾ 5ാമത്തെ ഗ്രേഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മുത്മഇന്നത്തായ നഫ്സ്, ശാന്തമായ ഒരു ഹൃദയം ഒരു മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കയറിപ്പോകുന്ന പടവുകളിൽ 1ാമത്തത് റാളിയത്തിൻ്റെ പദവിയാണ്. റാളിയത്ത് എന്ന് പറഞ്ഞാൽ ഹിയൻ നഫ്സുല്ലത്തി ഇസ്തഖറൻ നൂറു ഫീഹ. അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ അവൻ്റെ ഹൃദയത്തിൽ ആദ്യമായി ഇറങ്ങുന്ന ഒരു വേളയാണ് റാളിയത്തിൻ്റെ മഖാം എന്ന് പറഞ്ഞാൽ. മുത്മഇന്നത്തിൻ്റെ മഖാമിൽ അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് ഇറങ്ങൂല എന്നല്ല, ആ തജല്ലിയാത്തുകൾ ഇറങ്ങി അതിൽ ഇസ്തിഖ്റാർ കിട്ടുന്ന, അതിലൊരു സ്ഥിരമാകുന്ന ഒരു ഘട്ടമാണ് ഏത്? റാളിയത്തിൻ്റെ മഖാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അള്ളാഹുവിൻ്റെ അൻവാറുകൾ, തജല്ലിയാത്തുകൾ ഒരു അടിമയുടെ ഹൃദയത്തിൽ സുബൂത്താകുന്ന ഒരു സമയമാണ് റാളിയത്തിൻ്റെ മഖാം എന്ന് പറയും. മാത്രമല്ല, ഈമാനിനക്ക് 70 ശാഖകളുണ്ട്. അതിലേറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുക എന്നുള്ളത് 70ാമത്തെ ഈമാന്റെ ശാഖയാണ്. അവിടുന്ന് അങ്ങോട്ട് 69, 68, 67, 66 അങ്ങനെ 1ാമത്തെ ഈമാന്റെ ശാഖയിലേക്ക് കടക്കുന്ന അതിന് തുറന്നിട്ട ഒരു വാതിലാണ് ഏത്? റാളിയത്തിന്റെ മഖാം. ഈമാന്റെ ശാഖകളിൽ ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമയാണ്. ആ 70ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 1ാമത്തെ സ്റ്റെപ്പിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒരു മക്കാമാണ് ഏത്? റാളിയത്തിന്റെ മക്കാം. ഈ റാളിയത്തിന്റെ മക്കാം എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ ഒരു ആരിഫായ മനുഷ്യന് ചില വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സ്വബറിന്റെയും റജാഇന്റെയും ഖൗഫിന്റെയും തവക്കുലിന്റെയും റിളയുടെയും മക്കാം അവൻ കഴിഞ്ഞു കടക്കും. റാളിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അടിമയുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നൂറാനിയത്ത് വരുമ്പോൾ അവൻ അള്ളാഹു തആല ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ അവനക്കുണ്ടാവും. അള്ളാഹുവിനെ പൂർണ്ണമായി അവനക്ക് ചിലപ്പോൾ അനുഗ്രഹങ്ങളായിരിക്കും അള്ളാഹു തആല കൊടുക്കുക, അല്ലെങ്കിൽ അദാബായിരിക്കും അള്ളാഹു തആല കൊടുക്കുക. പല ഘട്ടങ്ങൾ അള്ളാഹു തആല ഒരു മനുഷ്യന് നൽകും. ആ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിനെ പൂർണ്ണമായി തൃപ്തിയാകുന്നൊരു മക്കാമാണ് ഏത്? റാളിയത്തിന്റെ മഖാം എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല എന്ത് നൽകിയാലും അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സുണ്ടാവും. അല്ലാഹു തആല നൽകുന്നതിൽ പ്രതീക്ഷയുള്ളൊരു മനസ്സുണ്ടാകും. എല്ലാം അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്ന ഒരു മനസ്സുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ പൂർണ്ണമായ സംതൃപ്തിയുള്ള ഒരു മനസ്സുണ്ടാകും. മാത്രല്ല, ഘട്ടം ഘട്ടമായി അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ ഇങ്ങനെ ഒരിക്കലും മുറിയില്ല, അതിങ്ങനെ വന്നും കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കുറച്ചേക്കാരം, എന്നാലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തജല്ലിയാത്തുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഒരു ഘട്ടമാണ് ഏത്? റാളിയത്തിന്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ. ആ സമയം വന്നു കഴിഞ്ഞാൽ ഒരു വിശ്വാസി ഈ ദുന്യവിയായ ഒരു മനുഷ്യന്റെ മനസ്സിനെ കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിന് തൊട്ടക്കിങ്ങനെ മറക്കാൻ തുടങ്ങും. മറക്കൽ ആരംഭിക്കും. ദുനിയാവിനോടുള്ള സ്നേഹം ഇങ്ങനെ കുറഞ്ഞു സൃഷ്ടികളോടുള്ള സ്നേഹം, ദുനിയാവിനോടുള്ള സ്നേഹം,
മറ്റുള്ള വസ്തുക്കളോടുള്ള സ്നേഹം, അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് അള്ളാഹുവിലേക്ക് മാത്രം ഫോക്കസ് ആകുന്ന, അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങുന്ന ഒരവസ്ഥ അവനക്ക് ഉണ്ടാവും. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ. ഇർജിഇ, നീ മടങ്ങി, ഇലാ റബ്ബികി, നിന്റെ രക്ഷിതാവിലേക്ക്, റാളിയത്തൻ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതായ നിലക്ക് നീ എന്ത് ചെയ്യും, മടങ്ങുന്നു എന്ന് പറഞ്ഞാല് റാളിയത്ത് നിന്ന് റുജൂഇന്റെ മക്കാമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകല വസ്തുക്കളിൽ നിന്നും മടങ്ങി ഏകനായ അള്ളാഹുവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മക്കാമാണ് ഏത്, റാളിയത്തിന്റെ മക്കാം എന്ന് പറഞ്ഞാൽ. ഇത് കേൾക്കുമ്പോൾ ഒരാൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. എന്താ റാളിയത്ത്? അള്ളാഹു താല ഇറക്കുന്ന ഏതൊരു കാര്യങ്ങളും, അള്ളാഹു താല കൊണ്ടുവരുന്ന ഏതൊരു കാര്യങ്ങളും തൃപ്തി വന്നാൽ പോരേന്ന് നോക്കും, നമുക്ക് വരും. പക്ഷേ അത് നമുക്കൊരാപത്ത് വരുമ്പോൾ, നമുക്കൊരു ആദാബ് വരുമ്പോൾ അവിടെ ഹിമ്മത്തോടുകൂടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാകണം. ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടിട്ട് അള്ളാഹു തആല ആദ്യം എന്ത് ചെയ്തെന്ന് അറിയോ? യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയോട് അപാരമായ മഹബത്ത് കൊടുത്തു. വേറെ മക്കളുണ്ട്, ബിന്യാമീനുണ്ട്, ബാക്കി മക്കളൊക്കെ ഉണ്ട്. അവരോടൊക്കെ മഹബത്ത് ഉണ്ടെങ്കിൽ പോലും യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് മഹബത്തും ഇഷ്കൊക്കെ കടന്നിട്ടുള്ള ഒരു സ്നേഹം അള്ളാഹു തലങ്ങൾ ഇട്ടുകൊടുത്തു. ആരുടെ ഹൃദയത്തേക്ക്? യാക്കൂബ് നബിന്റെ ഹൃദയത്തിൽ. മനസ്സിലാണോ? അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാമിനേക്ക് ആ ഒരു ഫിറാഖിൽ യൂസുഫ് നബിനെ അങ്ങോട്ട് വിട്ടുപിരിയുന്ന ആ ഘട്ടം വന്നു. യൂസുഫ് നബി എവിടെയാണെന്നറിയാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്തൊരു ഘട്ടം വന്നപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം സങ്കടത്തോടുകൂടെ കരയാൻ തുടങ്ങി. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, യാക്കൂബ് നബിയെ, നിങ്ങളൊരു പ്രവാചകനാണ് കേട്ടോ, നിങ്ങളൊരു പ്രവാചകനാണ്. അതോടുകൂടെ യാക്കൂബ് നബിൻ്റെ ഹൃദയത്തിൽ ഒരു റാളിയത്തിൻ്റെ ഒരു ഗ്രേഡ് ഹൃദയത്തിലേക്ക് വന്നു. എൻ്റെ റബ്ബ് എൻ്റെ മോനെ വിട്ടുപിരിച്ചതിൽ എന്തെങ്കിലും ഒരു ഖൈറ് കണ്ടിട്ടുണ്ടോ? ഞാൻ അതിൽ പൂർണ്ണമായ സംതൃപ്തനാണ്. പക്ഷേ യാക്കൂബ് നബിൻ്റെ ഹൃദയത്തിൽ ആ മഹബത്തുള്ളത് കൊണ്ട് പിന്നെയും കരച്ചിൽ വന്നപ്പോൾ അദ്ദേഹം ക്ഷമയുടെ ഊക്കുകൊണ്ട് അദ്ദേഹം ചരൽക്കല്ലുകൾ വാരിയിട്ട് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഇട്ടുന്ന കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഖൗഫ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തും ആര്? റാളിയത്തിൻ്റെ മക്കാമിലേക്ക് എത്തിയ ആളുകൾ. മനസ്സിലാവുണ്ടോ? ആ റാളിയത്തിൻ്റെ മക്കാമിലേക്ക് എത്തിയാലാണ് ചില രഹസ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അറിയിച്ചു കൊടുക്കും. എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ അറിയിച്ചു കൊടുക്കൂല. ഇങ്ങനെ മർളിയത്തിൻ്റെ മക്കാമുണ്ട്, അതും കഴിഞ്ഞിട്ടൊരു കാമിലത്തിൻ്റെ മക്കാമുണ്ട്. അവിടേക്ക് എത്തുമ്പോഴാണ് ആ രഹസ്യങ്ങൾക്കൊരു സമ്പൂർണ്ണത വരുള്ളൂ. എന്നാൽ പോലും ചില സൃഷ്ടികളുടെ രഹസ്യങ്ങൾ, ചില വസ്തുക്കളുടെ രഹസ്യങ്ങൾ, ചില ജന്തുക്കളുടെ രഹസ്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റാളിയത്തിൻ്റെ മക്കാമിലെത്തിയ ആളുകൾക്ക് എന്ത് ചെയ്യും? അറിയിച്ചു കൊടുക്കും. അപ്പൊ കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടൊക്കെ തോന്നും, പക്ഷെ അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കുക എന്നുള്ളത് എന്താണ്? അതൊരു വലിയ പ്രയാസം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുത്മയിന്നത്തും റാദിയത്തും മർദിയത്തും കാമിനത്തൊക്കെ താണ്ടാനുള്ള സൗഭാഗ്യം നമ്മുടെ മശായിഖന്മാരെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.